എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, ഇന്നും മനുഷ്യൻ യാത്ര ചെയ്യുന്ന ദിവസമാണ്, തിങ്കളാഴ്ചയാണ്. സ്കൂളിൽ പോകുന്നവരുണ്ട്, സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവർ ജോലി തിരക്കി പോകുന്നവരുണ്ട്, ആദ്യമായിട്ടും ജോലി കിട്ടിയിട്ട് പോകുന്നവരുണ്ട്. ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും അവരുടെ പഠനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ കിട്ടാത്തതും വാങ്ങിക്കാൻ വീട്ടിൽ ശല്യപ്പെടുത്തുമ്പോൾ വാങ്ങിക്കാൻ മോനെ എന്നൊക്കെ അപ്പനും അമ്മയൊക്കെ പറയുമ്പോഴും മറ്റുള്ളവരതൊക്കെ വീട്ടിൽ അവിടെ കൊണ്ടുവരുമ്പോഴും കുഞ്ഞായി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കന്മാരെയും മക്കളുടെ കാര്യം നിർവഹിക്കാൻ വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ടും വായ്പ ചൊരച്ചു പോലും കിട്ടാതെ സ്വയം ചെറുതായും ഈ ലോകത്ത് തനിക്ക് സ്വാധീനം പോലും ഇല്ലല്ലോ, തങ്ങൾക്ക് വേണ്ടി വാദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാ മേഖലകളിലും ഉള്ളവർ ഓരോ മേഖലകളിലും തങ്ങൾ കേമന്മാരാണെന്ന് കഴിയുന്നവർ പോലും അവരുടെ കഴിവുകേടുകൾ ചില സമയത്ത് നിസ്സഹായ തിരിച്ചറിയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. കർത്താവേ, അവിടെയെല്ലാം നീ മാത്രമാണ് ദൈവമെന്ന് ആ മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള അനുഭവങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിലാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നുള്ള വെളിവ് അവർക്ക് നൽകിക്കൊണ്ട് കർത്താവ് നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ, വിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് അവർ എത്തിക്കുന്ന നിൻ്റെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയാൻ കർത്താവ് സഹായികൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ഉദ്യമങ്ങളെ, ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഉദ്യമങ്ങളെ, ഫിക്സ് ചെയ്ത കല്യാണങ്ങൾ നടപ്പിലെടുത്താനുള്ള സാമ്പത്തികമായ ഉദ്യമങ്ങളെ, ഭവനരഹിതരായിട്ടുള്ളവരും വഴിയില്ലാത്തവരും വഴികളിൽ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് കർത്താവ് കച്ചവടം നടക്കാത്തവരുണ്ട്. ഈശോയെ, ഉള്ള വഴികളിൽ വെള്ളം കയറിയിരിക്കുന്ന കാരണം വീട്ടിലേക്കാരും വരുന്നില്ല, കടയിലേക്കാരും വരുന്നില്ല, കച്ചവടം നടക്കാത്തവരുണ്ട്. ഇങ്ങനെ പല പല ജീവിത പ്രശ്നങ്ങളിൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കല്യാണം ഒത്തു വരുന്നവരെ കർത്താവ് അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിച്ച് ഒക്കുന്ന കല്യാണങ്ങൾ കർത്താവെ പിന്നീട് ഒരിക്കലും പിരിയാനോ മനസ്സമ്മതത്തിൽ കർത്താവെ അതിനുശേഷം ആരും ചതിയിൽ വീഴാതിരിക്കാൻ, പരസ്പരം പറ്റിക്കാതിരിക്കാനും, അങ്ങനെ ആശ്രയിക്കുന്ന മക്കൾ സ്വസ്ഥതയും സമാധാനം ജീവിക്കാനും കർത്താവെ കുറേയേറെ വാഹന അപകടങ്ങളെ കാണുന്നുണ്ട് കർത്താവ് ഈ ആഴ്ചയിൽ. അതെന്താണെന്ന് അറിയത്തില്ല, കാലൊടിഞ്ഞ കാലിലേക്ക് കാണുന്നു. എല്ലാ യാത്രകളെയും ആസ്വദിക്കുന്നു കർത്താവെ, വഴിയാത്രക്കാരെ ആസ്വദിക്കുന്നു, വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരെ ആസ്വദിക്കുന്നു കർത്താവ്. റോഡിൽ കുണ്ടും കുഴിയും വെള്ളത്തിലൊക്കെ പോകുമ്പോഴുണ്ടാകുന്ന തിരക്കിലും അതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക് ജാമിലും മനസ്സ് മടുത്ത് മനസ്സിൻ്റെ സമനില തെറ്റി വണ്ടി ഓടിക്കുന്നവരുണ്ട്. ഈശോയെ, എത്രയും ഇരച്ചു തള്ളി കയറാനുള്ള രോഗിനെയും കൊണ്ട് പോകുന്നുണ്ട്. എല്ലാവരെയും സന്ധിക്കണമേ, എല്ലാവരെയും സംരക്ഷിക്കണമേ. എല്ലാവരുടെയും പൊട്ടിയവരും പൊളിഞ്ഞവരും പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെയും സുഖപ്പെടുത്തണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ ഇപ്പം അനുഭവിക്കുന്ന എല്ലാ വേദനകളും കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയാൽ ഈശോ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ.